നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിടവാങ്ങുന്നത് ആത്മീയാചാര്യൻ, സഭാതലവൻ, സാംസ്കാരിക നേതാവ്, സഭാചരിത്ര ഗവേഷകൻ, ഗ്രന്ഥകർത്താവ്, സുറിയാനി ഭാഷാ പ്രേമി എന്നിങ്ങനെ നിറഞ്ഞുനിന്ന മഹാ ഇടയൻ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ക്ഷേത്ര ദർശനം ഉച്ചയ്ക്ക് നടത്തിയാണ് മടങ്ങിയത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ചത്തെ സൂചനാ ബസ് സമരത്തിന് മാറ്റമില്ല. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കെന്നും സമരസമിതി. മന്നലാംകുന്നിലെ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം എങ്ങുമെത്തിയില്ല. ഞായറാഴ്ച രാത്രിയിലുണ്ടായ മഴയിൽ സർവീസ് റോഡിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചു. പ്രദേശത്തെ വീടുകളിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. ബിജെപിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തകൾ വിശദമായി. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഖബറടക്കം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തൃശൂരിൽ നടക്കും. ആത്മീയാചാര്യൻ, സഭാതലവൻ, സാംസ്കാരിക നേതാവ്, സഭാചരിത്ര ഗവേഷകൻ, ഗ്രന്ഥകർത്താവ്, സുറിയാനി ഭാഷാ പ്രേമി എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മാർ അപ്രേം മെത്രാപ്പോലീത്ത. 64 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ 56 വർഷം ഭാരതസഭയെ നയിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളി ഇടവകയിലെ മൂക്കൻ കുടുംബത്തിൽ ദേവസിയുടെയും പറപ്പുള്ളി കൊച്ചുമറിയത്തിന്റെയും 10 മക്കളിൽ 4ാമനായി 1940 ജൂൺ 13 ജോർജ് ഡേവിസ് മൂക്കൻ എന്ന മാർ അപ്രേം മെത്രാപ്പോലീത്ത ജനിച്ചത്. യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ്, ന്യൂയോർക്ക് യൂണിയൻ തിയോളജിക്കൽ സെമിനാരി, പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരി എന്നിവിടങ്ങളിൽ നിന്നാണ് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയത്. 1961 ജൂൺ 25 ഷെമ്മാശപ്പട്ടം സ്വീകരിച്ചു. 26ാം ജന്മദിനത്തിൽ 1965 ജൂൺ 13 കശീശാപട്ടം സ്വീകരിച്ചു. 1968 സെപ്റ്റംബർ 21 എപ്പിസ്കോപ്പയായും ഒരാഴ്ചയ്ക്ക് ശേഷം 29 മെത്രാപ്പോലിത്തയായും ഇറാഖിലെ പ്രസിദ്ധമായ മാർ സയ്യ കത്തീഡ്രലിൽ വെച്ച് സ്ഥാനാരോഹണം ചെയ്തു. ഭാരതസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മെത്രാനായിരുന്നു. 1968 ഒക്ടോബർ 26 ഇന്ത്യയിൽ തിരിച്ചെത്തി സഭയുടെ ഭരണച്ചുമതല ഏറ്റെടുത്തു. 2015 മാറന്മാർ ദിൻഹ 4ാമൻ പാത്രിയാർക്കീസ് കാലം ചെയ്തതിനെ തുടർന്ന് പുതിയ പാത്രിയാർക്കീസ് തിരഞ്ഞെടുപ്പ് വരെ 6 മാസത്തോളം ആഗോളതലവനായി സഭയെ നയിച്ചു. 70ലധികം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. യാത്രാവിവരണം, നർമ്മഭാവന, സഭാചരിത്രം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ളവയാണ് ഗ്രന്ഥങ്ങൾ. മദ്രാസിലെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളും തൃശൂരിലെ കാൽഡിയൻ കോളേജും സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. എഴുത്തിലെന്ന പോലെ സംഗീതത്തിലും അദ്ദേഹം തൽപരനായിരുന്നു. കാലം ചെയ്ത കൽദായ സുറിയാനി സഭയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം വലിയ തിരുമേനിയുടെ ഓർമ്മയിൽ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി വിശ്വാസികൾ. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ ചികിത്സയിലായിരുന്ന മാർ അപ്രേം തിങ്കളാഴ്ച രാവിലെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു കാലം ചെയ്തത്. 85 വയസ്സായിരുന്നു. ദൈവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളുകളിലെ സുവിശേഷ യോഗങ്ങളിലും വിവിധ സെമിനാറുകളിലും പതിവായി മാർ അപ്രേം തിരുമേനി ചാലിശ്ശേരിയിൽ പങ്കെടുത്തിരുന്നത് വിശ്വാസികൾക്ക് ഇന്നും മറക്കാനാകാത്ത ഓർമ്മയാണ്. നർമ്മം ചേർത്തുള്ള തിരുമേനിയുടെ പ്രസംഗം കേട്ട ആർക്കും മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. ജാതിമത വ്യത്യാസമില്ലാതെ നിരവധി പേരാണ് അക്കാലങ്ങളിൽ തിരുമേനിയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്നത്. 1998 സെപ്റ്റംബർ 3 കാലം ചെയ്ത ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയോസ് തോമൻ പ്രഥമൻ ബാവയുടെ തൃശൂർ ഭദ്രാസന തലത്തിലുള്ള സപ്തതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത് മാർ അപ്രേം തിരുമേനിയായിരുന്നു. തിരുമേനിയുടെ വിയോഗത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, ഭക്തസംഘടനകൾ എന്നിവർ അനുശോചിച്ചു.
സംസ്ഥാനത്ത് ചൊവ്വാഴ്ചത്തെ സൂചനാ ബസ് സമരത്തിന് മാറ്റമില്ല. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപ്രഖ്യാപനം. ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ക്ഷേത്ര ദർശനം ഉച്ചയ്ക്കാണ് നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ 8:50-നാണ് ഉപരാഷ്ട്രപതിയുടെ ക്ഷേത്ര ദർശനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ രാവിലെ മുതലുള്ള കനത്ത മഴയെ തുടർന്ന് പ്രതികൂലമായ കാലാവസ്ഥയായതിനാൽ രാവിലത്തെ ദർശനം ഒഴിവാക്കി. ഉപരാഷ്ട്രപതിയുമായി വന്ന ഹെലികോപ്റ്റർ തിരിച്ചു മടങ്ങിയിരുന്നു. പിന്നീട് കൊച്ചിയിലെ ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹം കാലാവസ്ഥ അനുകൂലമായതോടെ ഉച്ചയ്ക്ക് തിരികെ ദർശനത്തിനെത്തി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ ഭാര്യ ഡോക്ടർ സുധേഷ് ധൻകറിനൊപ്പം എത്തിയ ഉപരാഷ്ട്രപതിയെ മുരളി പെരുന്നെല്ലി MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ C. ബിനു, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഉച്ചയ്ക്ക് 12:45 ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് വ്യോമസേന ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ഉപരാഷ്ട്രപതി റോഡ് മാർഗം തെക്കേനടയിലെ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തി. ഉപരാഷ്ട്രപതിയെയും പത്നിയെയും NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ഭരണസമിതി അംഗങ്ങളായ മനോജ് B. നായർ, C. മനോജ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദേവസ്വം ചെയർമാൻ ഉപരാഷ്ട്രപതിയെ ഷോൾ അണിയിച്ചു. തുടർന്ന് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഉപരാഷ്ട്രപതി തെക്കേനടയിലൂടെ ക്ഷേത്ര ദർശനത്തിനെത്തി. ഉച്ചയ്ക്ക് 1:35-ന് ക്ഷേത്രത്തിൽ ദർശനത്തിനായി കയറിയ ഉപരാഷ്ട്രപതി 1:48-നാണ് തിരിച്ചിറങ്ങിയത്. ശേഷം ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഉപരാഷ്ട്രപതിയും പത്നിയും മടങ്ങി. കനത്ത സുരക്ഷയാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സജ്ജീകരിച്ചിരുന്നത്. രാവിലത്തെ ദർശനം മുടങ്ങിയതിനാൽ ആളുകളെ ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റിവിടാൻ തുടങ്ങിയിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് എത്തുമെന്ന് വിവരം കിട്ടിയതോടെ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വീണ്ടും നിർത്തിവെക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഉപരാഷ്ട്രപതി കണ്ണന് സമർപ്പിച്ചത് കദളിപ്പഴവും നെയ്യും. നാക്കിലയിൽ കദളിപ്പഴവും നെയ്യും സോപാനത്ത് സമർപ്പിക്കുകയായിരുന്നു. കാണിക്കയും സമർപ്പിച്ചു. പത്നി ഡോക്ടർ സുധേഷ് ധൻകറിനൊപ്പമായിരുന്നു ഉപരാഷ്ട്രപതിയുടെ ക്ഷേത്ര ദർശനം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. BJPയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആരോഗ്യമേഖലയെ തകർക്കുന്ന ഇടതു സർക്കാരിനെതിരെ പ്രതിഷേധിക്കുക, ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് BJP മെഡിക്കൽ കോളേജ് മാർച്ച് നടത്തിയത്. അത്താണി സെന്ററിൽ നിന്നാരംഭിച്ച മാർച്ച് മെഡിക്കൽ കോളേജ് പരിസരത്ത് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരന് അത്താണിയാകേണ്ട ആതുരാലയങ്ങൾ ഇന്ന് അവന്റെ ജീവനെടുക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കേരളം വീണ പതിറ്റാണ്ടിന്റെ ഫലമാണ് എന്നുള്ളതാണ് വാസ്തവം.
കഴിഞ്ഞ 10 വർഷവും ഭരിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കേരള സർക്കാരിന് ഇവിടുത്തെ സാധാരണക്കാരന്റെ വേദനകളെ കുറിച്ച് ഒരു ബോധവുമില്ല. അവർക്ക് കൊണ്ടുവരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പോലും നടപ്പിലാക്കാതിരിക്കുവാനുള്ള തത്രപ്പാടിലാണ് കേരള സർക്കാർ. അവനവന്റെ സുഖ സൗകര്യത്തിനായിട്ട് വലിയ രീതിയിൽ ഖജനാവിൽ നിന്ന് കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഈ സർക്കാരിന് എന്തുണ്ട് ജനസമക്ഷം വെക്കുവാനായിട്ട്? നേതാക്കളായ നിത്യസാഗർ, KN വിനയകുമാർ, രേഷ്മ സുനിൽ, PK മണി, PR രാജകുമാർ, VC ഷാജി, ഗിരീഷ് കുമാർ കടവത്ത്, NB ഉല്ലാസ്, വിപിൻ കൂടിയേടത്ത്, KS രാജേഷ്, KK രഞ്ജിത്ത്, ബിജീഷ് ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ആശുപത്രി റോഡിൽ പാടത്തേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു. കോഴിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തെ പാടത്തായിരുന്നു അപകടം. തിങ്കളാഴ്ച രാവിലെ 7-നാണ് സംഭവമുണ്ടായത്. ബ്ലാങ്ങാട് സ്വദേശി ബിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. മന്നലാംകുന്നിലെ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം എങ്ങും എത്തിയില്ല. ഞായറാഴ്ച രാത്രിയിലുണ്ടായ മഴയിൽ സർവീസ് റോഡിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചു. പ്രദേശത്തെ വീടുകളിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തിലെ മന്നലാങ്കുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുവേണ്ടി 2ാം തവണയും NK അക്ബർ MLAയുടെയും സബ് കളക്ടർ അഖിൽ വി മേനോന്റെയും നേതൃത്വത്തിൽ യോഗം ചേരുകയും പ്രശ്നബാധിത പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. മന്നലാങ്കുന്നിലെ ചക്കോലയിൽ റോഡ്, AKG റോഡ്, അല്ലമീൻ റോഡ് എന്നിവിടങ്ങളിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് മൂലം നിരവധി വീടുകൾ ദുരിതത്തിലായിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണം തുടങ്ങിയതിനു ശേഷം മഴക്കാലമായാൽ പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പലരുടെയും വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ്. എല്ലാ തവണയും സംഭവ സമയം അധികൃതർ എത്തി ഉടൻ ശരിയാക്കാം എന്ന് പറഞ്ഞു പോവുകയല്ലാതെ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനത്തിനുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാറില്ല. കഴിഞ്ഞ മാസം പെയ്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്നുണ്ടായ പരാതിയിൽ ദേശീയപാത ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം NK അക്ബർ MLA, സബ് കളക്ടർ അഖിൽ വി മേനോൻ എന്നിവർ വിളിച്ചിരുന്നു. പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് 3 റോഡുകളും സന്ദർശിച്ച ശേഷം ചക്കോലയിൽ റോഡിൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കാന നിർമ്മിക്കുന്നതിനും റോഡിന്റെ അവസാന ഭാഗത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള പഞ്ചായത്തിന്റെ മണ്ണ് റോഡിൽ കാന MLA ഫണ്ടിൽ ഉൾപ്പെടുത്തിയും നിർമ്മിക്കാൻ ധാരണയായിരുന്നു. ജില്ലാ കളക്ടർ, പ്രോജക്ട് ഡയറക്ടർ എന്നിവരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാൻ സബ് കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഒരു പ്രവൃത്തികളും നടത്തിയില്ല. തുടർച്ചയായി 3 ദിവസം വലിയ മോട്ടോർ പമ്പ് സെറ്റ് വെച്ചാണ് വെള്ളം വറ്റിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ മോട്ടോർ അടിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാനോ അവരുടെ വാഹനങ്ങൾ പുറത്തിറക്കുവാനോ കഴിയാത്ത അവസ്ഥയാണ്. ഇതുമൂലം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞുവിടാനും കഴിഞ്ഞിട്ടില്ല. ഇനി വെള്ളം വറ്റുന്നത് വരെ എന്ത് ചെയ്യും എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കടങ്ങോട് പഞ്ചായത്തിലെ തെരുവ് നായ്ക്കൾക്ക് 2ാം ഘട്ട വാക്സിനേഷൻ ആരംഭിച്ചു. ഈ വർഷം 2ാം തവണയാണ് തെരുവ് നായ്ക്കൾക്ക് കുത്തിവയ്പ് നടത്തുന്നത്. 3 മാസങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ തെരുവ് നായ്ക്കൾക്ക് കുത്തിവയ്പ് നടത്തിയിരുന്നു. 198 തെരുവ് നായ്ക്കൾക്കാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കുത്തിവയ്പ് നടത്തിയത്. പഞ്ചായത്തിലെ 18 വാർഡിലും ഈ ആഴ്ചയിൽ കുത്തിവയ്പ് പൂർത്തിയാക്കും. പഞ്ചായത്ത് പരിധിയിലെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് ഉടമസ്ഥർ എത്രയും പെട്ടെന്ന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി ഡോഗ് ലൈസൻസ് എടുക്കേണ്ടതാണെന്നും ലൈസൻസ് എടുക്കാതെ നായ്ക്കളെ വളർത്തുന്നതും അസുഖങ്ങൾ വരുമ്പോൾ തുറന്നുവിടുന്നതും ശിക്ഷാർഹമാണെന്നും അധികൃതർ അറിയിച്ചു. കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവയുടെ 223ാമത് ഓർമ്മ പെരുന്നാൾ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 3:30 കുന്നംകുളം സെന്റ് തോമസ് കുന്നത്തെ പള്ളിയിൽ നിന്നും തൊഴിയൂർ ഭദ്രാസന പള്ളിയിലെ കുറിലോസ് ബാവയുടെ കബറങ്കിലുള്ള പദയാത്ര ആരംഭിച്ച് വൈകിട്ട് 5 മണിക്ക് കുറിലോസ് ബാവ തപസ് അനുഷ്ഠിച്ച അഞ്ഞൂർ മാർ ബഹനാം ചാപ്പലിൽ സമാപിച്ച് പിന്നീട് കാൽനട ഘോഷയാത്ര ഭദ്രാസന പള്ളിയിലെത്തും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ മലങ്കര യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമാർ ബെസേലിയോസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണം നൽകും. പെരുന്നാൾ സന്ധ്യാ നമസ്കാരവും ബാവയുടെ കബറെങ്കിൽ ധൂപപ്രാർത്ഥനയും ആശീർവാദവും അത്താഴവൂട്ടുമുണ്ടാകും. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ 9 കുർബാനയും മാർ കൂറിലോസ് ബാവയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും സഭയുടെ ആദ്യ ദേവാലയമായ അഞ്ഞൂർ മാർ ബഹനാം ചാപ്പലിലേക്ക് കൊടിയും സ്ലീബായും ശ്ലൈഹിക വാഴവും പൊതുസദ്യയും ഉണ്ടാകും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽമാർ ബെസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവക വികാരിയും സഭാ വൈദിക ട്രസ്റ്റിയുമായ ഫാദർ തോമസ് കുര്യൻ, സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു, അൽമായ ട്രസ്റ്റി ഗീവർ മാണി, ഇടവക സെക്രട്ടറി ബാബു CV, ട്രഷറർ റെജി KS, ഓർമ്മ പെരുന്നാൾ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും.
മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാവ് കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവയുടെ 223ാമത് ഓർമ്മ പെരുന്നാളിന് സഭാ ആസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ കൊടിയേറി സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത കൊടിയേറ്റം നിർവഹിച്ചു. ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷം. തിരുനാളിനോടനുബന്ധിച്ച് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ മലങ്കര യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക അമ്പുൻ മാർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണം നൽകും. കുന്നംകുളം മങ്ങാട് റോഡിൽ വെട്ടിക്കടവ് പാലത്തിന് സമീപം സംരക്ഷണ ഭിത്തിയില്ലാത്തത് അപകട ഭീഷണിയാകുന്നു. ഒരു വശത്ത് തോടും മറുവശത്ത് പാടവുമുള്ള റോഡിന്റെ അരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ അധികൃതർ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ 2 വർഷമായിട്ടും സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല. വീതി കുറവുള്ള റോഡിൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾക്ക് വശം കൊടുക്കുമ്പോൾ പാടത്തേക്ക് മറിയുമെന്ന ഭയത്തിലാണ് വാഹനയാത്രികർ. റോഡിന് ഇരുവശവും പാഴ്പുല്ല് വളർന്നതോടെ അരികുവശം കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. റോഡിന് ഇരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊരട്ടിക്കര വട്ടമാവിന് സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. കടവല്ലൂർ പാറപ്പുറം സ്വദേശി വിളക്കത്തല സുനിലിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 11:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റ സുനിലിനെ നാട്ടുകാർ ആദ്യം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ജന്മദിനത്തിൽ ഇനി കൂട്ടുകാർക്കും അധ്യാപകർക്കും വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് മിഠായി വിതരണമില്ല. പകരം താൽപര്യമുള്ളവർക്ക് ഉച്ചഭക്ഷണത്തോടൊപ്പം പായസമോ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു അധിക വിഭവമോ ഒരുക്കി നൽകാം. കുന്നംകുളം ഗവൺമെന്റ് LP സ്കൂളിൽ ചേർന്ന അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും യോഗമാണ് ഈ മാതൃകാ തീരുമാനമെടുത്തത്. ഇതിനു പുറമെ താൽപര്യമുള്ളവർക്ക് ജന്മദിനത്തിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം സംഭാവനയായി നൽകുകയോ സ്കൂൾ അങ്കണത്തിൽ ഒരു മരം നടുകയോ ചെയ്യാം. സ്കൂളിലെ പുതിയ PTA പ്രസിഡന്റായി ടിജിൻ ജോൺ, വൈസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, MPTA പ്രസിഡന്റ് ജനിത, വൈസ് പ്രസിഡന്റ് സജിത, SMC ചെയർമാൻ ആൽവിൻ പോൾ, വൈസ് ചെയർമാൻ അനിൽകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഹെഡ്മിസ്ട്രസ് VK സുജ, അധ്യാപകരായ S ശ്രീജ, VR സവിത, PR പ്രീത, പ്രവീണ എന്നിവർ സംസാരിച്ചു. കോവിഡ് കാലം കലാകാരനാക്കിയ മുണ്ടറക്കോട് ചന്ദ്രൻ ഓട്ടൻതുള്ളലിൽ അരങ്ങേറ്റം നടത്തി. കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് അരങ്ങേറ്റം. ബാല്യകാലത്ത് തുടക്കമിട്ട കലകൾ കോവിഡ് കാലത്ത് പൊടിതട്ടിയെടുത്ത ശ്രദ്ധേയനാണ് ഗുരുവായൂർ സ്വദേശി മുണ്ടറക്കോട് ചന്ദ്രൻ. അസുരവാദ്യമായ ചെണ്ടയിലൂടെ അരങ്ങേറ്റം കുറിച്ച് മൃദംഗം, ഉടുക്ക്, മുഖർശംഖ്, ഓടക്കുഴൽ എന്നീ വാദ്യോപകരണങ്ങളിൽ വൈദഗ്ധ്യം തെളിയിച്ചു. സാഹിത്യരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ ബഹുമുഖ പ്രതിഭയുടെ തൂലികയിൽ 2 നോവലുകളും ഒരു കവിതയും ഒരു നാടകവും പിറവിയെടുത്തു. കോവിഡിലെ അടച്ചുപൂട്ടലിൽ മിക്കവരും വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ ചന്ദ്രൻ ആ സമയം എഴുത്തിനും കലയ്ക്കുമായി നീക്കിവെക്കുകയായിരുന്നു. പ്രായം തളർത്താത്ത മനസ്സുമായി 65ന്റെ നിറവിലാണ് ഓട്ടൻതുള്ളൽ പഠിക്കാൻ മോഹം തോന്നിയത്. 2.5 വർഷത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് കണ്ണനു മുന്നിൽ അരങ്ങേറ്റം കുറിച്ചത്. ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് ചെറുപ്പം മുതൽക്കേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. കലയോട് വളരെ താല്പര്യമാണ്. ചെറുപ്പം മുതൽക്കേ നല്ല താല്പര്യമാണ് കലയോട്. എല്ലാം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒന്നിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു 5 എണ്ണം കഴിഞ്ഞു. ചെണ്ടയിൽ നിന്നാണ് തുടങ്ങിയത് ആദ്യം. ചെണ്ട, ഉടുക്ക്, മൃദംഗം, ഫ്ലൂട്ട്, മുഖർസിങ്, ഈ 5 എണ്ണം ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഓട്ടംതുള്ളൽ പഠിക്കാനത് ആഗ്രഹം പഠിച്ചപ്പോൾ ഓട്ടംതുള്ളലും പഠിച്ചു. ഓട്ടംതുള്ളൽ പഠിച്ചതിൻ്റെ അരങ്ങേറ്റാണ് ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്നത്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച മാതിരിയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. മെയ് വഴക്കത്തിൽ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും
പാഠഭാഗങ്ങൾ കൃത്യതയോടെ എഴുതിയെടുത്ത് മികച്ച പഠിതാവാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് പരിശീലക കലാമണ്ഡലം ശരണ്യ സുബ്രഹ്മണ്യൻ പറഞ്ഞു. ചന്ദ്രേട്ടൻ എല്ലാ ടീച്ചേഴ്സിന്റെയും ഡ്രീം സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ ഒരു കാര്യം പഠിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ പഠിച്ചു വന്ന് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചില മെയ് വഴക്കങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളായിട്ട് വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെച്ച് പിറ്റത്തെ ക്ലാസ്സിൽ വരുമ്പോൾ അത് വളരെ വൃത്തിക്ക് കൃത്യമായിട്ട് ചെയ്തു വരാൻ എഫേർട്ട് ഇടുന്നവരാണ്. കല്യാണ സൗഗന്ധികം കഥയാണ് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിച്ചത്. ആസ്വാദകരെ കൊണ്ട് ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞിരുന്നു. കലാമണ്ഡലം ശരണ്യ സുബ്രഹ്മണ്യൻ, കലാമണ്ഡലം ശരത്ലാൽ, കലാമണ്ഡലം അനിരുദ്ധ് എന്നിവർ പക്കമേളമൊരുക്കി. മലയാള മാസപ്പിറവി ദിനമായ ചിങ്ങം 1 ഗുരുവായൂരിൽ നടത്തുന്ന ചിങ്ങ മഹോത്സവത്തിന് 251 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. 200ഓളം മേളകലാകാരന്മാർ മാറ്റുരയ്ക്കുന്ന മഞ്ജുളാൽ തറമേളം, 500ഓളം ഐശ്വര്യ വിളക്ക് സമർപ്പണം, ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാര വിതരണം, പഞ്ചവാദ്യവും കലാരൂപങ്ങളുമായി ഭക്തജന ഘോഷയാത്ര, സമുദായ സമന്വയ ജ്യോതി തെളിയിക്കൽ, കൊടിയേറ്റം എന്നിവയുമായി വിപുലമായി ചിങ്ങ മഹോത്സവം ആഘോഷിക്കും. രുക്മിണി റീജൻസിയിൽ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് പദ്ധതി വിവരണവും സെക്രട്ടറി അനിൽ കല്ലാറ്റ് പ്രമേയവും അവതരിപ്പിച്ചു. വിവിധ സംഘടനാ സാരഥികളായ IP രാമചന്ദ്രൻ, ബാലൻ വാറനാട്ട്, ഗുരുവായൂർ ജയപ്രകാശ്, ജയറാം ആലക്കൽ, മധു K നായർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോറസ്ട്രി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വനമഹോത്സവം ആഘോഷിച്ചു. വിദ്യാർത്ഥികൾ സ്കൂളിലെ വിദ്യാവനം സന്ദർശിക്കുകയും വനസംരക്ഷണ പ്രതിജ്ഞ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. പ്രകൃതി സംരക്ഷണത്തെ ആസ്പദമാക്കിയ പോസ്റ്റർ പ്രദർശനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിവിധ തരം വൃക്ഷങ്ങളുടെ ദൃശ്യാവിഷ്കാരവും നടത്തി. മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC, അഡ്വക്കേറ്റ് മാത്യു ചാക്കപ്പൻ എന്നിവർ സന്ദേശം നൽകി. ആൻഡ്രിയ റോജൻ തോമസ് സ്വാഗതവും പാർവണ നന്ദിയും പറഞ്ഞു. പ്രശസ്ത സിനിമാ നാടക നടൻ ശിവജി ഗുരുവായൂരിന്റെ സഹോദരൻ പാടി അഭിനയിച്ച വീഡിയോ ആൽബം തെക്കേലെ കൊച്ചമ്പ്രാട്ടിയുടെ പ്രകാശനം ശിവജി ഗുരുവായൂരിന്റെ ജ്യേഷ്ഠൻ ശശിധരൻ പ്രകാശനം നിർവഹിച്ചു. ശിവജി ഗുരുവായൂർ അധ്യക്ഷനായിരുന്നു. സുരേഷ് തയ്യൂർ ഗാനരചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലപിച്ചിട്ടുള്ളത് സഹോദരൻ വിനയനാണ്. സംവിധാനം തിലകൻ വെങ്കിടങ്ങ്, ക്യാമറ ജുബിൻ, എഡിറ്റിംഗ് സിൻഡോ ഡേവിഡും നിർവഹിച്ചു. കാർത്തിയേനി ക്രിയേഷൻസ് ആണ് നിർമ്മാണം. ശിവജി ഗുരുവായൂർ, രേണു സുധി, വിനയൻ തുടങ്ങി നിരവധി യുവ കലാകാരന്മാരാണ് ഈ ആൽബത്തിൽ അണിനിരന്നിട്ടുള്ളത്. സ്നേഹക്കൂടിൽ നടന്ന ചടങ്ങിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഓഡിറ്റോറിയം തുറന്നുകൊടുത്തു. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർമാരായ ബിജു സി ബേബി, VK സുനിൽകുമാർ, സെക്രട്ടറി KB വിശ്വനാഥൻ, മുനിസിപ്പൽ എഞ്ചിനീയർ ബിനയ് ബോസ്, പ്രധാനാധ്യാപകരായ PT ലില്ലി, PI റസിയ, വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്കൂളിലെ NSS വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ ലഹരിവിരുദ്ധ പ്രചരണ നൃത്തവും അരങ്ങേറി. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയാണ് 150-ാം വാർഷിക വേളയിൽ ഓഡിറ്റോറിയം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തത്. നഗരസഭ 2024-25 വർഷത്തെ പദ്ധതി വിഹിതമായ 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ ഓഡിറ്റോറിയം നവീകരിച്ചിട്ടുള്ളത്. മേൽക്കൂരയിൽ പുതിയ ഷീറ്റ് വിരിക്കൽ, വൈദ്യുതീകരണം, ഇന്റീരിയർ പ്രവൃത്തി,
ലൈറ്റുകൾ, ഫാനുകൾ സ്ഥാപിക്കൽ, നിലത്ത് ടൈൽ വിരിക്കൽ, ഓഡിറ്റോറിയത്തിനുള്ളിലെ വേദിക്ക് മുന്നിലായി പുതിയ കൈവരികൾ തുടങ്ങിയവ നവീകരിച്ച ഓഡിറ്റോറിയത്തിന് മാറ്റേകുന്നു. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ പുസ്തക ചർച്ച നടന്നു. വായനശാല ഹാളിൽ പ്രമുഖ ചിന്തകനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടത്തിന്റെ അലയടിക്കുന്ന വാക്ക് എന്ന പുസ്തകത്തെ സംബന്ധിച്ചായിരുന്നു ചർച്ച നടത്തിയത്. ചരിത്രത്തെ വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദത്തിന്റെ രീതിശാസ്ത്രം ഉപയോഗിച്ച് രചിക്കപ്പെട്ട മാർക്സിയൻ ചിന്താ പദ്ധതിയെ വ്യത്യസ്ത കോണിൽ നിന്ന് സമീപിക്കുന്ന പുസ്തകമാണ് സുനിൽ പി ഇളയിടത്തിന്റെ അലയടിക്കുന്ന വാക്ക് എന്ന് പ്രൊഫസർ KB റോയ് മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. സമകാലിക വിഷയവുമായി ചേർത്താണ് അദ്ദേഹം പുസ്തക പരിചയം നടത്തിയത്. തുടർന്ന് നടന്ന ചർച്ചയിൽ ബക്കർ അരിയന്നൂർ, PA ദിനുദാസ്, മഞ്ജുഷ, സുരേഷ് കറുപ്പൻ പറമ്പിൽ, ഉണ്ണികൃഷ്ണൻ വാരിയത്ത് എന്നിവർ പങ്കെടുത്തു. പുനേർക്കുളം കുമരംകോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന കുട്ടൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി വെങ്കിടേഷ് സ്വാമി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഗണപതി ഹോമം, അഭിഷേകം, നവകം, പഞ്ചഗവ്യം എന്നിവ നടത്തി. തുടർന്ന് സ്കന്ദപുരി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണമുണ്ടായി. അമ്മുകുഞ്ഞൻ, പുഷ്പാചന്ദ്രൻ എന്നിവർ പാരായണം ചെയ്തു. ക്ഷേത്രം ഭാരവാഹികളായ CP രാജൻ, P വത്സലൻ, TA കുമാരൻ, അജയൻ കാരയിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. 1000-ലധികം പേർ പങ്കെടുത്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 17ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. കൂനമൂച്ചി പള്ളിക്ക് എതിർവശത്ത് നടന്ന കുടുംബസംഗമത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ പൂലോത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, CJ ജെയിംസ്, മഹിളാ കോൺഗ്രസ് നേതാവ് ഷാജിദ മുസ്തഫ, കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് നെൽസൺ തോമസ്, പ്രോഗ്രാം കൺവീനർ ഷിഹാസ് പുതുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ ഷാജൻ മാറൂക്കി ക്ലാസിന് നേതൃത്വം നൽകി. വാർഡ് ഭാരവാഹികളായ TV ഡേവിസ്, PP അനൂപ്, TT സിൻഡോ, റോജേഷ് എന്നിവർ നേതൃത്വം നൽകി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ഇസ്ലാമിക കലണ്ടർ പ്രകാരം വിശുദ്ധ മാസമായ മുഹറം മാസത്തിലെ അതിപ്രധാനമായ 9-10 നോമ്പ് ഭക്തിയാദരപൂർവ്വം ആചരിച്ച ഇസ്ലാം മതവിശ്വാസികൾ. ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാനമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വിശുദ്ധമാസമായ മുഹറത്തിലെ പ്രധാന അനുഷ്ഠാനമായ താസൂറ, ആശൂറ ഭക്തിയാദരപൂർവ്വം ആചരിച്ച് മുസ്ലിം സമൂഹം. ഹിജറ കലണ്ടറിലെ ആദ്യമാസമായ മുഹറത്തിന് ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യം നൽകി വരുന്നു. 10ഓളം പ്രവാചകന്മാരെ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു ആദരിച്ച മാസമാണ് മുഹറം. റമളാൻ വ്രതം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പാണ് മുഹറം മാസത്തിലെ 9ലെയും 10ലെയും നോമ്പ്. കേരളത്തിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ മുഹറം 9 താസൂറ ഞായറാഴ്ചയും 10 ആശൂറ തിങ്കളാഴ്ചയുമാണ്. യുദ്ധങ്ങളും സംഘർഷങ്ങളും അരങ്ങേറിയ ജാഹിലിയ യുഗത്തിലും വളരെ പവിത്രത മുഹറം മാസത്തിന് നൽകിയിരുന്നതായി ചരിത്രത്തിലുണ്ട്. ഇസ്ലാം നിയമമനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട 4 മാസങ്ങളിലൊന്നാണ് മുഹറം. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രാധാന്യമർഹിക്കുന്ന കർബല യുദ്ധം നടന്നതും നിരവധി പ്രവാചകന്മാർ രക്തസാക്ഷിത്വം വഹിച്ചതും മുഹറം 10നാണ്. ഇതിന്റെ പേരിൽ ഷിയ സമൂഹം നടത്തുന്ന നഹസിന്റെ മാസം കേരളത്തിലെ ചിലയിടങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. മുഹറം മാസത്തിൽ നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് പ്രവാചകർ പറയുന്നു. ഓരോ ഇസ്ലാം മതവിശ്വാസികളും ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാനൊരുങ്ങുന്ന പുതുവർഷമാണ് മുഹറം. ഇതിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണ പ്രഭാഷണങ്ങളും നടത്തിവരാറുണ്ട്. ജൂലൈ 9 അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം എരുമപ്പെട്ടിയിൽ വിളംബര ജാഥ നടത്തി. മുഴുവൻ കടകമ്പോളങ്ങളിലും മോട്ടോർ തൊഴിലാളികളോടും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും കയറി പണിമുടക്കിന്റെ സന്ദേശം നൽകി. എരുമപ്പെട്ടി താഴത്തെ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കരിയന്നൂർ സെന്ററിൽ സമാപിച്ചു. സമാപന യോഗം CITU ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം കമ്മിറ്റി അംഗം TK മനോജ് കുമാർ അധ്യക്ഷനായി. ട്രേഡ് യൂണിയൻ നേതാക്കളായ PT ദേവസി, TK ശിവൻ, PB ബിബിൻ, സുമന സുഗതൻ, OS മനോജ്, കുഞ്ഞുമോൻ കരിയന്നൂർ, AL ജോണി, VA മനോജ്, സ്വപ്ന പ്രദീപ്, ദിവ്യ മനോജ്, VS സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം 9ാം വാർഡിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കുടുംബസംഗമവും നടന്നു. യോഗത്തിന് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് KJ ജോണിന്റെ അധ്യക്ഷതയിൽ പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അവാർഡ് ദാനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, വാർഡ് മെമ്പർ സെബീന റിറ്റോ, ബൂത്ത് പ്രസിഡന്റ് MK രാജൻ എന്നിവർ സംസാരിച്ചു. തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷാ വിജയം നേടിയ എടക്കഴിയൂർ CD സാഹിബ് സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു.
തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായ ചടങ്ങിൽ PTA പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ V സജിത്, മാനേജർ RP മുഹമ്മദ് അബ്ദുൽ ബഷീർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, K ജോഷി ജോർജ്, ഷഫീർ കല്ലായിൽ, OSA PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 100%, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 95%, VHSC വിഭാഗത്തിൽ 93% വിജയം നേടിയ സ്കൂൾ വിജയോത്സവം ആഘോഷിച്ചത്. 534 കുട്ടികളാണ് 10ാം തരം പരീക്ഷ എഴുതിയിരുന്നത്. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വേലൂർ പഞ്ചായത്തിൽ കാൽനട ജാഥ നടത്തി. CITU വടക്കാഞ്ചേരി ഏരിയ ജോയിന്റ് സെക്രട്ടറി MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. CPIM വെള്ളാറ്റഞ്ഞൂർ ലോക്കൽ സെക്രട്ടറി KV ഫ്രാൻസിസ് അധ്യക്ഷനായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം AK ബൈജു അധ്യക്ഷനായി. CPIM ലോക്കൽ സെക്രട്ടറി അബിൽ ബേബി, PK കൃഷ്ണദാസ്, KK രാമചന്ദ്രൻ, PS സുഭാഷ്, OP വിൻസെന്റ്, സോണി തോബിയാസ്, AS രവീന്ദ്രൻ, അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ കോളേജ് മുൻ പ്രിൻസിപ്പാളും എഴുത്തുകാരനും വാഗ്മിയുമായ പ്രൊഫസർ ദാമോദരൻ പൂങ്ങാട്ട് അനുസ്മരണം സംഘടിപ്പിച്ചു. ആളൂർ യുവജന സമാജം വായനശാലയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. വായനശാല പ്രസിഡന്റ് ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, വായനശാല സെക്രട്ടറി ഗംഗാധരൻ മാസ്റ്റർ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ അപ്പു ആളൂർ, AD ആൻഡ്രു മാസ്റ്റർ, PJ സ്റ്റൈജു മാസ്റ്റർ, അമൽ ആളൂർ, ബക്കർ അരിയന്നൂർ, സത്യപാലൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ഞൂർ പൂങ്ങാട്ടുമനയിൽ പരേതരായ ആദിത്യൻ നമ്പൂതിരിയുടെയും പാർവതി അന്തർജനത്തിന്റെയും മകനായിരുന്ന പ്രൊഫസർ PA ദാമോദരൻ ശ്രീകൃഷ്ണ കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനായിരുന്നു. ആളൂരിലായിരുന്നു താമസം. കുന്നംകുളം ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് CK അപ്പുമോൻ അധ്യക്ഷനായി. സെക്രട്ടറി സുജിക്സ് അലക്സ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ലയൺസ് ഡിസ്ട്രിക്ട് മുൻ ഗവർണർ അഡ്വക്കേറ്റ് KN സോമകുമാർ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു. K സുജിക്സ് അലക്സ് പ്രസിഡന്റായും KC അനൂപ് സെക്രട്ടറി, NS ജഗദീഷ് ട്രഷററുമായുള്ള പുതിയ ഭരണസമിതിയാണ് സ്ഥാനമേറ്റത്. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ C ജോൺ ജോസഫ്, റിയ C ജോയ് എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. റീജിയണൽ ചെയർപേഴ്സൺ ഗിൽബർട്ട് S പാറമേൽ, ക്ലബ്ബ് സെക്രട്ടറി KC അനൂപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ലബ്ബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളുണ്ടായി. സ്നേഹവിരുന്നും നടന്നു. ഗുരുവായൂർ IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർക്ക് ആദരമൊരുക്കി. ഗോകുലം പാർക്കിൽ നടന്ന ആദരച്ചടങ്ങ് മുതിർന്ന ഡോക്ടർ V രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. IMA പ്രസിഡന്റ് C ശശികുമാർ പ്രഭാഷണം നടത്തി. സീനിയർ ഡോക്ടർ ബീന സുഗതനെ ആദരിച്ചു. സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾക്കും ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനുമായി ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂൾ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകയും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഫാരിദ ടീച്ചറെയും ചടങ്ങിൽ ആദരിച്ചു. IMA സെക്രട്ടറി ഡോക്ടർ തുളസി ദേവി, ഡോക്ടർമാരായ രോഹിത്, ഷൌജാദ് മുഹമ്മദ്, സുജാത മുരളി എന്നിവർ സംസാരിച്ചു. ആയിരം വാക്കുകൾ കൊണ്ട് പറയാനാകാത്തത് ഒരു ചുംബനത്തിന് കഴിയും എന്നാണ്. ജൂലൈ 6 ലോക ചുംബന ദിനം. ലോകം മുഴുവൻ ഒരു ചുംബനത്തിന്റെ ചൂടിലേക്ക് ചുരുങ്ങുന്ന ദിവസം കിസ് ഡേ. വാലന്റൈൻ വാരത്തിലെ കിസ് ഡേ ആണ് പൊതുവിൽ ആഘോഷിക്കപ്പെടുന്നതെങ്കിലും അന്താരാഷ്ട്ര ചുംബന ദിനം ജൂലൈ 6-നാണ്. വികാരങ്ങൾ വാക്കുകളേക്കാൾ സമ്മാനങ്ങളെക്കാൾ അർത്ഥവത്താകുന്നതാണ് ഒരു ചുംബനം. ബന്ധത്തിൽ സുരക്ഷിതരാണെന്ന ഉറപ്പിനെ വൈകാരികമായ അഭിനിവേശ ജ്വാലകൾ കൊണ്ട് പൊതിഞ്ഞു പിടിക്കുക എന്നതാണ് ചുംബന ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രണയത്തിലായിക്കഴിഞ്ഞ് ചുംബനങ്ങൾ ഏറെ നൽകിയവരുടെ മാനസിക നിലയിൽ കാര്യമായ വ്യതിയാനമുണ്ടെന്ന് ശാസ്ത്രീയ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. തിരുനെറ്റിയിൽ പതിക്കുന്ന അമ്മയുടെ ചുണ്ടുകളിലാണ് ഒരു ജന്മം തുടങ്ങുന്നത്. എല്ലാ ജന്മങ്ങളും ഒടുങ്ങുന്നതും ചുംബനങ്ങളിലാണ്. കവികളുടെയും എഴുത്തുകാരുടെയും ഇഷ്ടവിഷയമാണ് ചുംബനം. അങ്ങനെ ലോകത്തിനാകെ പ്രിയങ്കരമായ സ്വകാര്യതയാണത്. DYFI പഴവൂർ വടക്ക് തെക്ക് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ SSLC+2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. VSS വായനശാലയിൽ നടന്ന ചടങ്ങ് CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രേമതിലകൻ മാസ്റ്റർ, ജനപ്രതിനിധികളായ ഷെർലി ദിലീപ്, ആരിഫ സാബിർ, CPM ലോക്കൽ കമ്മിറ്റി അംഗം AS ചന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി EM അശോകൻ, DYFI ഭാരവാഹികളായ AB നിജിൽ, റിൻഷാദ്, PS സുബില, EA ആദർശ്, AK കിഷോർ എന്നിവർ സംസാരിച്ചു.
കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം മങ്ങാട് വോൾഗ മണ്ഡപത്തിൽ നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. MS സിദ്ധൻ അധ്യക്ഷനായി. S വസന്തലാൽ, KB പ്രദീപ് കുമാർ, റീന കരുൺ, NK പ്രമോദ് കുമാർ, TK ശിവൻ, US കൃഷ്ണൻകുട്ടി, PA ഉണ്ണികൃഷ്ണൻ, CL തോമസ് എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് പിരിഞ്ഞുപോകുന്ന അജിത് കുമാർ, TR രാജൻ, PA ഉണ്ണികൃഷ്ണൻ, K വിനോദിനി, KB മദനൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പൊതുയോഗം ഡോക്ടർ KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. PN സുരേന്ദ്രൻ, PS പ്രസാദ്, KM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി MS സിദ്ധൻ, പ്രസിഡന്റ് CL തോമസ്, ട്രഷറർ K ജ്യോതി എന്നിവരെ തെരഞ്ഞെടുത്തു. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് തിരുവെങ്കിടം ALP സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. പ്രധാന അധ്യാപിക ബെനി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ OT സൈമൺ, KB ഷൈജു, ശിവദാസൻ മുല്ലപ്പള്ളി, CD ജോൺസൺ, പോളി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം 3-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം മൂക്കിലപീടികയിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മുൻ മെമ്പർ PV കൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കല്യാണി S നായർ, NA മുഹമ്മദ് അലി, NU വീരാൻകുട്ടി, KS സലാം, മഹേഷ് തിപ്പലശ്ശേരി, OS വാസുദേവൻ എന്നിവർ സംസാരിച്ചു. വാഗ മാലതി UP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുയോഗവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കും USS ജേതാക്കളായ വിദ്യാർത്ഥികൾക്കും അനുമോദനവും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് EO സോജൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക സ്മിത, സ്കൂൾ മാനേജർ വാസന്തി സതീശൻ, മിനി, MPTA പ്രസിഡന്റ് സിമി എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റായി മികച്ച സേവനം കാഴ്ചവെച്ച EO സോജന് ഉപഹാരം സമ്മാനിച്ചു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വനമഹോത്സവത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം കുന്നംകുളം ഗവൺമെന്റ് ഭദ്രവിദ്യാലയത്തിൽ റിട്ടയേർഡ് SI ഡേവി KA നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് ബലവൃക്ഷ തൈകളുടെ കൈമാറ്റം ഭദ്രവിദ്യാലയം പ്രധാന അധ്യാപകൻ മുജീബ് റഹ്മാന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ, ജില്ലാ ട്രഷറർ ശങ്കരനാരായണൻ, ഭാരവാഹികളായ റഫീഖ് കടവല്ലൂർ, ബീന ദിനേശൻ, ഡെന്നിസ് മാസ്റ്റർ, സീനിയർ അധ്യാപകരായ എൽസബത്ത്, റീന P ചാക്കോ, സ്റ്റാഫ് അംഗങ്ങളായ വിനു, പ്രതീഷ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ഇന്നർവീൽ ക്ലബ്ബ് വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും നടത്തി. പ്രസിഡന്റ് മിനി മോൻസിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. പുതിയ പ്രസിഡന്റായി നിഷ റോസിനെ തെരഞ്ഞെടുത്തു. ബ്രിജിനി ഡെന്നി വൈസ് പ്രസിഡന്റ്, സുനിത വേണുഗോപാലൻ സെക്രട്ടറി, പുഷ്പ ബാലൻ ട്രഷറർ, ഡോക്ടർ രമ മുകേഷ്, സീമ അനിൽ എഡിറ്റർ എന്നിവരെയും പുതിയ ഭാരവാഹികളായി സ്ഥാനമേറ്റു. ക്ലബിന്റെ ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കടവല്ലൂർ വട്ടമാവ് ഉന്നതിയിലെ രുക്മിണിക്ക് വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി സാമ്പത്തിക സഹായം നൽകി. യോഗത്തിൽ ജീന ജിജു നന്ദി പറഞ്ഞു. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി. ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് അവിനാഷ് ക്ലാസ് നയിച്ചു. ലീഗൽ വോളണ്ടിയറായ സുപ്രിയ സംബന്ധിച്ചു. NSS വോളണ്ടിയർ ലൈബ സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ രാജി ബെന്നി നന്ദിയും പറഞ്ഞു. പ്രിൻസിപ്പൽ മുഹമ്മദ് അലി, പ്രോഗ്രാം ഓഫീസർ രാജി ബെന്നി, വോളണ്ടിയർ ലീഡർമാരായ അജീബ്, ശ്രീലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 116 രൂപ. ചരമം. മൂക്കുതല സ്കൂളിലെ റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ പൊന്നരാശ്ശേരി കരുണാകരൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ഈശ്വരമംഗലം ശ്മശാനത്തിൽ നടക്കും. പുഷ്പവല്ലിയാണ് ഭാര്യ. ഹരിലാൽ, ഹൃദ്യ എന്നിവർ മക്കളാണ്. അരിയന്നൂർ മാച്ചാമംഗലത്ത് പരേതനായ സുകുമാരൻ ഭാര്യ സുശീല നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രമേശ്, സുരേഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിടവാങ്ങുന്നത് ആത്മീയാചാര്യൻ, സഭാതലവൻ, സാംസ്കാരിക നേതാവ്, സഭാചരിത്ര ഗവേഷകൻ, ഗ്രന്ഥകർത്താവ്, സുറിയാനി ഭാഷാപ്രേമി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാ ഇടയൻ.
ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ക്ഷേത്ര ദർശനം ഉച്ചയ്ക്ക് നടത്തിയാണ് മടങ്ങിയത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ചത്തെ സൂചനാ ബസ് സമരത്തിന് മാറ്റമില്ല. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കെന്നും സമരസമിതി. മന്നലാംകുന്നിലെ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം എങ്ങും എത്തിയില്ല. ഞായറാഴ്ച രാത്രിയിലുണ്ടായ മഴയിൽ സർവീസ് റോഡിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചു. പ്രദേശത്തെ വീടുകളിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. ബിജെപിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.